ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലൈറ്റ് ഓൺ മീയുടെ 9ാമത്തെ എപ്പിസോഡ് കാണാം. 8ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടേക്യുങ്ങിൻ്റെ നെറ്റിയിൽ പരിക്ക് പറ്റുന്നത് വരെയാണ്. അപ്പോൾ ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ടേക്യുങ്ങിന് ഷിൻവു മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനിടെ ഷിൻവു ചോദിക്കുന്നുണ്ട്, ടേക്യുങ് നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ടേക്യുങ് പറയും ആ ചെറുതായിട്ടെന്ന്. ഈ സമയത്ത് അവിടെ ഡേവോൺ വരുന്നുണ്ട്. ഡേവോൺ വന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പം എങ്ങനെയുണ്ട് ടേക്യുങ് എന്ന്. അപ്പോൾ ടേക്യുങ് പറയും ഇവന് മരുന്നിടാനൊന്നും അറിയത്തില്ലെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് ഷിൻവു ചോദിക്കും, പിന്നെ നിനക്ക് നല്ലതുപോലെ മരുന്നിടാൻ അറിയാന്നുള്ളതുകൊണ്ടല്ലേ നീ പോയി ഇടിച്ച് മുറിച്ചോണ്ട് വന്നേന്ന്. ഷിൻവു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഡേവോൺ അവിടെ വന്ന് ഇരിക്കുകയാണ്. ഡേവോൺ ടേക്യുങ്ങിൻ്റെ അടുത്ത് പറയണെന്നിട്ട് നിന്റെ നെറ്റിയിലെ മുറിവ് കണ്ട് ഞാൻ ഒരുപാട് പേടിച്ചു പോയെന്ന്. അതുപോലെ ഷിൻവു നീ അവന് മരുന്ന് വെച്ച് കൊടുക്കുമോ അതോ ഞാൻ വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ ഷിൻവു ആണെങ്കിൽ ഒരുമാതിരി കുറച്ച് നേരം ഇരുന്നിട്ട് പറയും ശരി നീ വെച്ച് കൊടുത്തോ ഞാൻ പോണെന്ന്. ഇവൻ പോകുന്നത് തന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ഡേവോൺ ടേക്യുങ്ങിന് മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അടുത്ത സീനിൽ ലീസൂയി ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അവിടേക്ക് നങ്കുങ്ങും വരുന്നുണ്ട്. അവൻ ചോദിക്കും നിനക്ക് ഈ ലേസ് വേണമെന്ന്. അപ്പോൾ അവൾ പറയും വേണ്ടെന്ന്. അപ്പം നങ്കും ചോദിക്കും നീ എന്താ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നേന്ന്. അപ്പോഴത്തേക്കും അവൾ പറയും നീ കണ്ടതല്ലേ ടേക്യുങ്ങിന് ഒരു മുറിവ് പറ്റിയപ്പോഴത്തേക്കും ഡേവോൺ എത്ര പെട്ടെന്നാ ഓടി വന്നത് അവിടെ. പക്ഷെ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവൻ വരുമായിരുന്നോ? ഇല്ലായിരുന്നെന്ന്. അപ്പം നങ്കുങ് ചോദിക്കും നിനക്ക് അവൻ്റെ സ്വഭാവം അറിയാലോ, അവ എല്ലാവരെയും സഹായിക്കാറുണ്ട്, അതുപോലെ തന്നെയാണ് ഇപ്പം ടേക്യുങ്ങിനെ സഹായിച്ചതെന്ന്. അപ്പോഴത്തേക്കും അവൾ പറയും എനിക്കത് തന്നെയാണ് പേടി, അവ എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അതുപോലെ ഞാൻ അവനെപ്പറ്റി എപ്പോൾ പറഞ്ഞാലും നീ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അവന് ഞാനൊരു സഹോദരിയെ പോലെയാണെന്ന്. നീ ഇപ്പോഴും അതല്ലേ പറയുള്ളെന്ന്. അപ്പം നങ്കുങ് പറയും ഞാൻ ഇപ്പം അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ലെന്ന്. അപ്പം അവൾ അവിടെ നിന്ന് എണീറ്റിട്ട് അവൻ്റെ കവിളിൽ പിടിച്ചിട്ട് പറയും നിനക്ക് എന്നെ കള്ളാൻ പറ്റിക്കാൻ പറ്റത്തില്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ ലേസും വാങ്ങിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് വിഷമിച്ച്. അവൾ അവിടെ നിന്ന് പോയതിന് ശേഷം അവനാണെങ്കിൽ വേറൊരു ലേസും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നീ അത് എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റൊരെണ്ണം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നേന്ന്. എന്നിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ഈ സമയം തന്നെ അവിടെ ഷിൻവു വരെയാണ്. ഷിൻവുവിനെ കണ്ടിട്ട് അവൻ ചോദിക്കും നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പം ഷിൻവു പറയും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന്. അങ്ങനെ നങ്കും പറയും നീ എന്താണ് മനസ്സിൽ വെച്ചേക്കണേന്ന് എനിക്ക് അറിയത്തില്ല, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അത് ആരുടെത്തായാലും പറയാൻ നോക്ക്, അല്ലാതെ ഇങ്ങനെ മനസ്സിൽ പൂട്ടി വെച്ചുകൊണ്ട് നടന്ന് വിഷമിക്കേണ്ട കാര്യമില്ല, എനിക്ക് നിൻ്റെ അടുത്ത് ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ, നീ എന്തായാലും ഈ ലേസ് കഴിക്കെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നങ്കുങ്ങ് പോകുന്നു. അവിടെ ടേക്കിംഗ് ആണെങ്കിൽ ഡേവൻ്റെ അടുത്ത് പറയണേ നീ എനിക്ക് മരുന്ന് വെച്ച് തന്നത് എനിക്ക് ഒട്ടും തന്നെ വേദനിച്ചില്ല, താങ്ക്സ് എന്ന്. അപ്പോൾ ഡേവൺ ചോദിക്കും നിനക്ക് എങ്ങനെയാണ് ഈ മുറിവ് പറ്റിയതെന്ന്. അപ്പോൾ ടേക്കിംഗ് പറയും ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാനായിട്ട് വന്ന വഴിയാണ് ഡോറിൽ തല ഇടിച്ചതെന്ന്. അപ്പോൾ ടേക്കിങ്ങിൻ്റെ അടുത്ത് ഡേവൺ ചോദിക്കും എന്ത് കാര്യമാണ് നീ പറയാൻ വന്നേന്ന്. അപ്പോൾ ടേക്കിംഗ് പറയും നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ മറ്റൊരാൾക്കും നീ ഇങ്ങനെ ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല, നിനക്ക് എന്നെ ഇഷ്ടമാണോ അതോ ഒരു ബ്രദറിനെ പോലെ മാത്രമാണോ എന്ന്. അപ്പോൾ ഡേവൺ പറയും അതെ നീ എനിക്ക് ഒരു ബ്രദറിനെ പോലെയാണ്, നമ്മളെപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിരിക്കുമെന്നും പറഞ്ഞിട്ട് ഡേവൺ അവിടെ നിന്ന് പോകുന്നു. ഡേവൺ ഇങ്ങനെ പറഞ്ഞിട്ട് പോയതുകൊണ്ട് ഡേവണിനെ തന്നെ ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടേക്യുങ്. അവിടെ നിന്ന് ഡേവൺ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഷിൻവുവിനെ കാണുന്നു. അപ്പോൾ ഷിൻവു പറയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ടെന്ന്. എന്നിട്ട് അവർ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഷിൻവു ചോദിക്കും ടേക്കിങ്ങിന് ഇപ്പം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഡേവൺ പറയും അവന് കുഴപ്പമൊന്നുമില്ല, പിന്നെ നിനക്കെന്താ ഒരു മാറ്റം പെട്ടെന്ന്, നീ ഇങ്ങനെ ആർക്കും ചെയ്യുന്നതെന്ന് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലല്ലോ, എന്താ നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന്. അപ്പോൾ ഷിൻവു പറയും അതിന് നിനക്കങ്ങനെ തോന്നിയത് എൻ്റെ കുറ്റമല്ലല്ലോ, അല്ലെങ്കിൽ തന്നെ നീയല്ലേ ഒന്നും പറയാതിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഡേവൺ ചോദിക്കും നീ എന്താ അങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ഡേവണിൻ്റെ അടുത്ത് ഷിൻവു പറയും എനിക്ക് നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വർഷങ്ങളായിട്ട് അറിയാം, അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് അഭിനയിക്കേണ്ടെന്ന്. ഇവരെന്ത് കാര്യത്തെ പറ്റിയാണ് പറയുന്നതെന്ന് അറിയത്തില്ല, അതിന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഡേവൺ പറയും നീ അപ്പോൾ എല്ലാം മനസ്സിലാക്കിയില്ലേ, നീ പറയുന്നതൊക്കെ ശരി തന്നെ, എനിക്ക് അവൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ, അതാണ് ആദ്യത്തെ പ്രശ്നമെന്ന്. അപ്പോൾ ഷിൻവു പറയും നീ എന്തായാലും എല്ലാ കാര്യങ്ങളും ടേക്കിങ്ങിൻ്റെ അടുത്ത് പറയണേന്ന്. ഇത്രയും പറഞ്ഞിട്ട് എന്നിട്ട് അവ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഷിൻവു ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവിടേക്ക് ലീസൂഹി വരെയാണ്. എന്നിട്ട് അവൾ ചോദിക്കുകയാണ് ഇത് എത്ര നാളായി തുടങ്ങിയിട്ടെന്ന്. അപ്പോൾ അവൻ ചോദിക്കുക എന്തെന്ന്. അപ്പോൾ അവൾ പറയും അല്ല നിനക്ക് ടേക്കിങ്ങിനെ ഇഷ്ടമായി തുടങ്ങിയിട്ട് എത്ര നാളായെന്ന്. അപ്പോൾ അവൻ ചോദിക്കും നീ എന്തോന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ അവൾ പറയും എനിക്ക് നീ ടേക്കിങ്ങിനെ ഇഷ്ടപ്പെടുന്നതിന് ഒരു പ്രശ്നമല്ല, പക്ഷേ ടേക്കിങ് ഡേവണിനെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാനും ഡേവണും അതുപോലെ നീയും ടേക്കിങ്ങും എന്ത് നല്ല രസമായിരിക്കുമെന്ന്. ഇവൾ പറയുന്നതിനൊന്നും ഒരു ഉത്തരവും കൊടുക്കാതെ അവിടെ മിണ്ടാതെ നിൽക്കുകയാണ് ഷിൻവു. അപ്പോൾ അവൾ ചോദിക്കും അതൊക്കെ ശരി, നീ ഡേവണിന് വേണ്ടി ടേക്കിങ്ങിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ എന്ന്.
അപ്പോൾ ഷിൻവു ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഞാനായിട്ട് ഒരാളെ വിട്ടുകൊടുക്കുന്നത് വരെ ആർക്കും എൻ്റെ അടുത്ത് നിന്ന് ആരെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ലീസോയി പറയും ആ ശരിയെന്ന്. അവിടെ ടേക്കിംഗ് ആണെങ്കിൽ ഉറങ്ങി എണീറ്റ് നോക്കുമ്പോഴത്തേക്കും അവിടെ സാറ് ഇരിക്കുന്നു. സാറും അവിടെ ഇരുന്ന് ഉറങ്ങിയാണ്. ആ സമയം തന്നെ സാറ് എണീക്കുന്നുണ്ട്. സാറ് എണീറ്റിട്ട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ടേക്കിംഗ്, ഇപ്പോൾ കുറവുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയും ആ കുറവുണ്ട് സാറെന്ന്. എന്നിട്ട് സാറ് പറയണേ, ഞാൻ നിന്നെ നോക്കാനായിട്ട് വന്നതാണ്, എന്നിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി, പിന്നെ നിനക്ക് ഈ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ ടേക്കിംഗ് ആണെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നിട്ട് ചോദിക്കുകയാണ്, സാർ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ സാറ് പറയും ആ ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, നീ ആരെങ്കിലും ഇപ്പോൾ പ്രണയിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയും അതെ, പക്ഷെ ഓൺ സൈഡ് ലവ് ആണെന്ന്. അപ്പോൾ സാറ് പറയും അതിനിപ്പോൾ എന്താ, നീ പോയാൽ അയാളത്ത് പറയാ. ഇത്രയും പറഞ്ഞിട്ട് സാർ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഷിൻവു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ടേക്കിങ് വരെയാണ്. അവ അവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, നീ പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നില്ലേ എന്ന്. അപ്പോഴത്തേക്ക് ഷിൻവു പറയുന്നു ഇല്ല ഞാൻ പോകുന്നില്ലെന്ന്. എന്നിട്ട് ഷിൻവു ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയായെന്ന്. അതുപോലെ ഷിൻവു നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഷിൻവു ചോദിക്കും, ഞാൻ അതിൻ്റെ മറുപടി പറയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന്. ഈ സമയത്ത് തന്നെ അവിടെ നങ്കുങ് വരെയാണ്. നങ്കുങ് വന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ ആരാ പ്രണയത്തെ പറ്റി പറയുന്നത്, എന്താ അറിയേണ്ടത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. പ്രണയം എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്, വേദന ഉള്ളതും വേദന ഇല്ലാത്തതും. നിനക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായോ എന്ന്. അപ്പോൾ ടേക്കിംഗ് പറയും എനിക്ക് മനസ്സിലായെന്ന്. എന്നിട്ട് നങ്കും പറയും, നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ നമ്മളത് പേടിയില്ലാതെ പോയി അവരോട് പറയണം, അങ്ങനെ പറയാതിരിക്കുന്നവരാണ് വേദനിക്കുന്നത്, പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം വേദനയൊന്നും കാണത്തില്ലെന്ന്. ഇങ്ങനെയാണ് ഞാൻ പ്രണയത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നതെന്നും നങ്കുങ് പറയുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അവൻ പോവേണ് എണീറ്റ്. നങ്കുങ് പോയതിനു ശേഷം ടേക്കിങ് ഷിൻവുവിനോട് പറയാണ്, ഓ അപ്പോൾ ധൈര്യം ഉണ്ടായാൽ മതിയല്ലേ എന്ന്. അതൊക്കെ ശരി, നമുക്ക് അങ്ങോട്ട് പോവാം, നീ വാ എന്ന്. അപ്പോൾ ഷിൻവു പറയും ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ ഉറങ്ങാൻ പോകുന്നെന്ന്. ഇത് കേട്ടിട്ട് ടേക്കിങ് പറയാ എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞ് പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ടേക്കിങ് പോകുന്നത് തന്നെ ഷിൻവു അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് അവൻ പറയണ്, ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ പ്രണയത്തിൽ വീണു പോയെന്ന്. അടുത്ത സീനിൽ ടേക്കിങ് ആണെങ്കിൽ അവൻ്റെ കയ്യിൽ എന്തോ സാധനം വെച്ചിട്ട് നങ്കുങ് അന്നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഡേവൺ വരുന്നുണ്ട്. ഡേവൺ വന്നിട്ട് പറയാണ്, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അപ്പോൾ ടേക്കിങ് പറയും എനിക്കും നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അപ്പോൾ ഡേവൺ ചോദിക്കും എന്താ നിനക്ക് പറയാനുള്ളതെന്ന്. അപ്പോൾ ടേക്കിങ് പറയും ആദ്യം നീ ഇത് വാങ്ങാൻ. ഇത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ടേക്കിങ് അന്ന് ഗിഫ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ ഒരു ബാൻഡ് നോക്കിയില്ലായിരുന്നു, ആ ബാൻഡാണത്. അപ്പോൾ അത് കണ്ടിട്ട് ഡേവൺ ചോദിക്കും ഇതെന്തിനാ എനിക്കെന്ന്. അപ്പോൾ ടേക്കിങ് പറയും എനിക്ക് ഈ ബാൻഡ് കണ്ടപ്പോൾ നിന്നെയാണ് ഓർമ്മ വന്നത്, അതാണ് നിനക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതെന്ന്. എന്നിട്ട് ടേക്കിങ് തന്നെ ആ ബാൻഡ് ഡേവോൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് ഡേവൺ പറയും താങ്ക്സ് എടാ, എനിക്ക് ഈ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ ഇട്ടേക്കുമെന്ന്. അപ്പോൾ ടേക്കിങ് പറയും ഞാൻ നിൻ്റെ അടുത്ത് പറയാമെന്ന കാര്യമെന്ന് വെച്ചാൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ഇവൻ പറയുന്നത് കേട്ടിട്ട് ഡേവോൺ ഇവനെ തന്നെ ഒരുമാതിരി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് എന്തോ പറയാനായിട്ട് വരുന്നുണ്ട്. ഈ സമയം അവിടെ ഒരു ചെറുക്കൻ വരികയാണ്. അവൻ വന്നിട്ട് ഡേവോൻ്റെ അടുത്ത് പറയാണ് ഡേവോൺ നിന്നെ മാനേജർ വിളിക്കുന്നെന്ന്. അപ്പോൾ ഡേവോൺ പറയും ഞാൻ വരാം, ടേക്കിങ് നമുക്ക് പിന്നെ സംസാരിക്കാം, ഞാൻ ഇപ്പോൾ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ടേക്കിങ് ആണെങ്കിൽ ഡേവോണിനെ തന്നെ നോക്കി നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അടുത്ത സീനിൽ ടേക്കിങ് ഡേവോണിനെ കാത്ത് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ മനസ്സിൽ പറയണേ ഇപ്പോൾ ഡേവോൺ വരും, ഇപ്പോൾ ഡേവോൺ വരുമെന്ന്. പിന്നെ ഡേവോൺ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ടേക്കിങ് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ ടേക്കിങ്ങിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് പറയാണ് സോറി എടാ, എനിക്ക് നേരത്തെ വരാൻ പറ്റിയില്ലെന്ന്. അടുത്ത സീനിൽ 2 പെമ്പിള്ളേർ നടന്നു പോവുകയാണ്. അവർ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, ഡേവോൺ ആരെയും പ്രണയിക്കായിരുന്നപ്പോഴേ തോന്നി അവൻ ഇങ്ങനെ ആയിരിക്കുമെന്ന്. എന്നിട്ട് അവർ പറയുന്നുണ്ട് പാവൻ ലീസൂഹി എന്ന്. ഈ സമയത്ത് തന്നെ അവിടെ ലീസൂഹി വരികയാണ്. അവൾ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ അതിലൊരു പെണ്ണാണെങ്കിൽ ലീസൂഹിക്ക് അവളെ ഫോണിലുണ്ടായിരുന്ന ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അത് ടേക്കിങ്ങും ഡേവോണും കൂടെ നിന്ന് സംസാരിച്ച വീഡിയോയാണ്. എന്നിട്ട് അവർ പറയാണ് അവർ രണ്ടുപേരും പ്രണയിക്കുകയായിരിക്കും, അതല്ലേ ഇങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ലീസൂഹി ആണെങ്കിൽ അവളെ ഫോണിലേക്ക് ആ വീഡിയോ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിലൊരു പെണ്ണ് ചോദിക്കും ലീസൂഹി അപ്പോൾ ഡേവോൺ ഗേ ആണോ എന്ന്. ഇത് കേട്ടിട്ട് ലീസൂഹി പറയും നിങ്ങളൊന്ന് ചുമ്മാതിരുന്നേ, ഞാൻ എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് ചോദിച്ചോളാന്ന്. ഇതെല്ലാം അവിടെ പറയുന്നത് നല്ല സങ്കടപ്പെട്ട് കരയാറായി നിന്നാണ്. ഇത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ ബൈ ബൈ.